നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് 5, 6, 7 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 5 രാവിലെ 11:22 AM മുതൽ ഓഗസ്റ്റ് 7 രാത്രി 8:11 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇവിടെ ഇന്ന് ഈ ദിവസങ്ങളിൽ ചന്ദ്രനും വ്യാഴവും കൂടി പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഗജകേസരി യോഗമുണ്ട്. അതിൽ ഏകദേശം 3 രാശിക്കാർക്കാണ് അത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് കിട്ടുക. പിന്നെ എല്ലാവർക്കും ദോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശനിയും ചൊവ്വയും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു. അത് ദോഷകരമാണ്. അത് 12 രാശിക്കാർക്കും ദോഷമാണ്. അതായത് ഏകദേശം ഒരു 40 ദിവസം കൂടി ഈ ശനിയും ചൊവ്വയും കൂടി പരസ്പരം ദൃഷ്ടി ചെയ്യും. അപ്പോൾ പൊതുവിൽ കേരളത്തിൽ പ്രതിക്ഷോഭമൊക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. കാറ്റ്, മഴ, അങ്ങനെയൊക്കെയുള്ള പ്രതിക്ഷോഭങ്ങൾ ഈ 40 ദിവസത്തിനിടയ്ക്ക് പല ഗ്രഹമാറ്റങ്ങൾ വരുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയുള്ള 40 ദിവസം. ഓക്കെ. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ ദക്ഷിണ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. ഏകദേശം 6 രാശിക്കാർക്ക് ഗുണാധിക്യമുണ്ട്. 1-2 രാശിക്കാർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ പൊതുവിൽ ഈ ഗജകേസരി യോഗം ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് പൊതുവെ എല്ലാവർക്കും മോശമല്ലാത്ത ദിവസങ്ങളാവാൻ സാധ്യത. ആദ്യം മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും ചന്ദ്രൻ അനുകൂലമല്ല. അതുപോലെ വ്യാഴവും ഇവർക്ക് പ്രതികൂലമല്ലെങ്കിലും ഗുണകരമായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് എങ്കിലും 5 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനി മാത്രമേ ഉള്ളൂ. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് പ്രധാനമായിട്ട് പറയേണ്ടത് ചൊവ്വ അനുകൂലമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. അതുപോലെ നിയമപരമായ പ്രശ്നങ്ങളിൽ അല്പം അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. എങ്കിലും ചന്ദ്രൻ അനുകൂലമല്ല. പ്രതികൂലമെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും അനുകൂലമല്ല. അപ്പോൾ പൊതുവെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശ്രേയസ്കരമാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ചന്ദ്രൻ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുന്നത് നല്ലതാണ്. ഇവർക്ക് 4 ഗ്രഹങ്ങൾ മാത്രമാണ് അനുകൂലമായിട്ടുള്ളത്. എങ്കിലും ഇവർക്ക് പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നുമില്ല. ശനിയും വ്യാഴവും ഒക്കെ അനുകൂലമാണ്, സൂര്യനും. അപ്പോൾ അത് കാരണം ഞങ്ങൾ പറയുന്നു ചന്ദ്രൻ ഇവിടെ അനുകൂലമല്ലെങ്കിലും ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഭൗതിക സുഖങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള സാധ്യത. സൗഹൃദങ്ങൾ ഊഷ്മളമാവും. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാകും. അത് ഈ കർക്കിടക മാസം മുഴുവൻ
ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം. പിന്നെ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഇവർക്കൊരു വിജയസാധ്യത നിലനിൽക്കുകയാണ്. സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് എങ്കിലും ശനിയും വ്യാഴവും ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത്. ഇനി കർക്കിടകം രാശി. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിൽ ഇവർക്ക് 4 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നത് ശ്രേയസ്കരമാണ്. ഇവർക്ക് പ്രധാനമായിട്ടും ചൊവ്വയുടെ ഒരു അനുകൂലാവസ്ഥയാണ് ഇവർക്ക് ഏറ്റവും പ്രമുഖമായിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം ഉണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. പൊതുവെ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഗുരുശുക്രയോഗം നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചത്തിൽ ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണെങ്കിലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് കാര്യങ്ങൾ നീങ്ങിപ്പോവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ദൈവാധീനമുണ്ട്. അപ്പോൾ ശനിയും സൂര്യനും ബുധനും ശിഖിയും സർപ്പവും ഒക്കെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണെങ്കിലും ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഞങ്ങൾ പ്രവചിക്കുന്നു. എങ്കിലും ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം വരുന്നു. പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. എങ്കിലും പൊതുവെ ഈ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഗുരുശുക്ര യോഗം നിൽക്കുന്നതുകൊണ്ട് അതെല്ലാം മറികടക്കാൻ ഇവർക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ചൊവ്വയും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നിർബന്ധമായിട്ടും ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, അയ്യപ്പന്, ശിവന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് സൂര്യനും ബുധനും അനുകൂലമാണ്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് രവി ബുധയോഗം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ഭാഗ്യപരീക്ഷണങ്ങളിലും ഇവർക്ക് സാധ്യതയുണ്ട്. പൊതുവെ കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി തുലാം രാശി. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 8 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു. ചൊവ്വ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. അപ്പോൾ ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ, അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. നേട്ടങ്ങൾ എല്ലാം ഉണ്ട്.
ഭൗതിക സുഖങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ തുലാം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാൻ, നിങ്ങളുടെ ഗ്രഹനിലയിൽ ലഗ്നം എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ എൻ്റെ ലഗ്നം നിങ്ങൾക്ക് അറിയാം, കർക്കിടക ലഗ്നമാണ്. അപ്പോൾ ഈ തുലാം രാശിയുടെ മാത്രമല്ല കർക്കിടക രാശിയുടെയും ഫലം എനിക്ക് അനുഭവവേദ്യമാവും. കർക്കിടക രാശിയുടെ ഫലം അത്ര വലിയ മെച്ചമൊന്നുമല്ല. അപ്പോൾ അതും ഇതിനകത്ത് ബാധിക്കും. പിന്നെ നിങ്ങളുടെ ഈ ലഗ്നം തുലാം രാശി തന്നെ ആണെങ്കിൽ ഡബിൾ എഫക്റ്റാണ്. ഈ പറയുന്നതിന് ഡബിൾ എഫക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഗ്രഹനില എടുത്തിട്ട് ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ ലഗ്നത്തിൻ്റെ അധിപൻ്റെ ആ രാശിയുടെ ഫലവും നിങ്ങൾക്ക് ഈ ചന്ദ്രൻ നിൽക്കുന്ന രാശി കൂടാതെ നിങ്ങൾക്ക് അനുഭവവിദ്യമാവും. അത് ശ്രദ്ധിക്കുക. ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരം ഉണ്ടാവും. ഭാഗ്യസ്ഥാനത്ത് ഗുരുശുക്രയോഗം, പിന്നെ ഇവരുടെ ഈ ചൊവ്വ ശനി പ്രശ്നം ഇവർക്ക് കാര്യമായിട്ട് ബാധിക്കില്ല. കാര്യം ശനി അനുകൂലമാണ്. അനുകൂലമല്ലാത്ത ഗ്രഹങ്ങൾ വളരെ കുറവാണ്. ഇവിടെ ചന്ദ്രൻ ഉൾപ്പെടെ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ഗജകേസരി യോഗം പ്രധാനമായിട്ടും ഇവർക്ക് അനുഭവവേദ്യമാവും. ഓക്കെ, 3 രാശിക്കാണ് നമ്മൾ ഗജകേസരി യോഗം പച്ച മഷി കൊണ്ട് ടിക്ക് ചെയ്തേക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും തുലാം രാശിക്കാണ്. പിന്നെ ഇവർക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല. എല്ലാ കാര്യങ്ങളും റെഡിയാണ്. പിന്നെ ചൊവ്വ പ്രശ്നമാണ് എങ്കിലും അത് ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ വൃശ്ചികം രാശിയാണ്. വൃശ്ചികം ലഗ്നമാണെങ്കിൽ നിങ്ങൾ തുലാം രാശിയും വൃശ്ചിക ലഗ്നമാണെങ്കിൽ 11ാം ഭാവത്തിൽ ചൊവ്വ വരും. അപ്പോൾ അത് ഇവിടെ ബാലൻസ് ചെയ്യാം. അങ്ങനെ ഈ ലഗ്നം കണ്ടുപിടിക്കണം നിങ്ങൾ. ആ രാശിയും കൂടെ നിങ്ങൾ നോക്കണം. എന്തായാലും തുലാം രാശിക്ക് പൊതുവെ അത്യധികം ഗുണാധിക്യമുള്ള ഘനഗംഭീര ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് 5, 6, 7. സാധാരണ ഈ 2 ദിവസമൊക്കെയാണ് ചന്ദ്രൻ വർക്കിംഗ് അവേഴ്സിൽ വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 3 വർക്കിംഗ് അവേഴ്സിൽ അനുകൂലമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് നേട്ടമാണ്. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വ ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് നേട്ടം ഉണ്ടാവും. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. ഇവർക്ക് വ്യാഴം അഷ്ടമത്തിലാണ്. ഓക്കെ, അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. വൃശ്ചികം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാട, ആദ്യപാദം. ധനുരാശിക്ക് ഈ ഗജകേസരി യോഗത്തിൻ്റെ എഫക്റ്റ് കിട്ടുന്ന രാശിയാണ്. അല്ലാതെ തന്നെ ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ശനിയും സൂര്യനും പ്രതികൂലമാണ്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഞായറാഴ്ച തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും മാറിപ്പോകാനും മറികടക്കാനും വേണ്ടി ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഗജകേസരി യോഗത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുന്ന രാശിയാണ്. പ്രധാനമായിട്ടും ദാമ്പത്യ സുഖം, അതുപോലെ ബന്ധങ്ങൾ ഊഷ്മളമാവും ആണ് ഇവർക്ക് പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത്. പിന്നെ ചൊവ്വ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഇവർക്ക് കർമ്മഭാവത്തിൽ. അപ്പോൾ തൊഴിൽ മേഖലയിൽ ഇച്ചിരി തിരക്ക് പിടിച്ച ഒരു അവസ്ഥ ഉണ്ടാവുമെങ്കിലും അവർക്കത് നേട്ടം അതുവഴി തന്നെ നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് പ്രതീക്ഷിക്കാം. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ദൈവാധീനമുണ്ട്. ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ലഭിക്കും. ബൗദ്ധിക മേഖലയിലും ഇവർക്ക് നേട്ടം, ഉയർച്ച പ്രതീക്ഷിക്കാം. ധനുരാശിക്ക്
ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് വ്യാഴം പ്രതികൂലമാണ്. അപ്പോൾ ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പിന്നെ ചന്ദ്രൻ അഷ്ടമത്തിലാണ്. അപ്പോൾ ഈ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്താണ്, നഷ്ടസ്ഥാനത്താണ്. അപ്പോൾ അവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഈ ദിവസങ്ങളിൽ ചെയ്യരുത്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഡയറക്റ്റായിട്ട് ഇവർക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. എങ്കിലും അതൊരു 1.5 സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നത്. എങ്കിലും പ്രതികൂലമായിട്ട് ഇവർക്ക് ശിഖി നിൽപ്പുണ്ട്. എങ്കിലും വ്യാഴവും ചന്ദ്രനും പ്രതികൂലമാണെങ്കിൽ അതിലൊക്കെ ഈ ശുഭഗ്രഹങ്ങളായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ശനിയുടെ അനുകൂലാവസ്ഥ പരമാവധി നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണാധിക്യമാണ്. ഇവർക്ക് ഈ ഗജകേസരി യോഗത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്ന രാശിയാണ്. കൂടാതെ 6ാം ഭാവത്തിൽ രവി ബുധ യോഗം ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ കർക്കിടകം മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ കിട്ടും. കൂടാതെ ഗജകേസരി യോഗത്തിൻ്റെ എല്ലാ ഗുണഫലങ്ങളും, അതായത് ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ പ്രണയ ജീവിതത്തിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ ഇവയുടെ 3ൻ്റെയും കൂടിച്ചേരലുകൾ കാരണം പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അത് ഭാവിയിലോ ഇപ്പോൾ തന്നെയോ നേട്ടം ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റും. എങ്കിലും ഇവർക്ക് ജന്മരാഹുവാണ്. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിക്ക് ശിവന്, അയ്യപ്പന് ശനിയാഴ്ച വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. കുംഭം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് 7ാം ഭാവത്തിൽ ചൊവ്വ, അതുപോലെ തന്നെ ജന്മത്തിൽ ശനി. അപ്പോൾ അത് ആ ചൊവ്വയുടെ ശനിയുടെ ആ പരസ്പര ദൃഷ്ടി വരുന്ന ആ പ്രശ്നം ഇവർക്ക് പ്രതികൂലമായിട്ട് വരുന്നു. അപ്പോൾ ഇവർ ശനിയാഴ്ച നിർബന്ധമായിട്ടും വ്രതമെടുത്ത് ശനിക്ക് ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. കൂടാതെ സർപ്പ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രങ്ങളിൽ 7 ദിവസവും ദർശനം നടത്തുക. എങ്കിൽ ഇവർക്ക് 6ാം ഭാവത്തിൽ ശിഖി കേതു നിൽക്കുന്നു. ചന്ദ്രനും അനുകൂലമാണ്, അതുപോലെ ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. ഈ ദാമ്പത്യത്തിലുള്ള പ്രശ്നങ്ങൾ കുറേയൊക്കെ ഇതുകൊണ്ട് പരിഹരിക്കുകയും ചെയ്യും. എന്നാൽ തന്നെയും ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ മനസ്സിനും ശരീരത്തിനുമൊക്കെ അല്പം ആശ്വാസം കിട്ടുന്ന ദിവസങ്ങളാണ്. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 5-8-2025 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 9, 8, 2, 3 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 6-8-2025 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 9, 8, 2, 4 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി 7-8-2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 9, 8, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 5, 6, 7 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം രാവിലെ 4:43 AM മുതൽ
രാവിലെ 5:31 AM വരെയാണ്. ബ്രഹ്മമുഹൂർത്തം 5, 6, 7 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം 6-ാം തീയതി ഇല്ല. 5, 7 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12 മണി 7 PM മുതൽ ഉച്ചയ്ക്ക് 12 മണി 57 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 5, 7 തീയതികളിൽ. 6-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 5-ാം തീയതി വൈകിട്ട് 3:39 PM മുതൽ വൈകിട്ട് 5:13 PM വരെയാണ് 5-ാം തീയതി രാഹുകാലം. 6-ാം തീയതി ഉച്ചയ്ക്ക് 12:32 PM മുതൽ ഉച്ചയ്ക്ക് 2 മണി 6 PM വരെ 6-ാം തീയതി രാഹുകാലം. 7-ാം തീയതി രാഹുകാലം ഉച്ചയ്ക്ക് 2 മണി 5 PM മുതൽ വൈകിട്ട് 3:39 PM വരെയാണ് 7-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ. 5-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, 6-ാം തീയതി ബുധനാഴ്ച പച്ച, 7-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവുണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.